എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ക്ലാസ് ഇന്ന് തുടരുവാൻ കർത്താവ് സഹായിച്ചിരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച കാലാവസ്ഥയുടെ പ്രതിബന്ധങ്ങളും സാഹചര്യങ്ങളും നിമിത്തം നമ്മൾക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിച്ചില്ല. എന്നാൽ ദൈവം ഇന്ന് നമ്മൾക്ക് അനുകൂല സാഹചര്യങ്ങളെ തന്നിരിക്കുന്നു. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം വരെയാണ് കഴിഞ്ഞ ഒടുവിലത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച് പര്യവസാനിപ്പിച്ചത്. ഈ അധ്യായത്തില് കർത്താവിൻ്റെ ആദ്യം ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ തുടർന്ന് കർത്താവും യഹൂദന്മാരും വിശിഷ്യ പരീശന്മാരുമായിട്ടുള്ള സംഭാഷണവും യേശു കർത്താവിൻ്റെ പ്രസിദ്ധമായ ഉപദേശങ്ങളാണ്, പഠിപ്പിക്കലുമാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കർത്താവിൻ്റെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ച ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ ഒടുവിൽ കണ്ടത്. 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് കർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും കർത്താവിൽ വിശ്വസിച്ചു എന്നാണ്. കണ്ടല്ലോ, ആ വാക്യം അങ്ങനെയാണ്. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. ഉപദേശങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിലും സുവിശേഷം പറയുകയാണെങ്കിലും അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം കേൾവിക്കാരുടെ, ശ്രോതാക്കളുടെ വിശ്വാസമായിരിക്കണം. ഉണ്ടാവും. കർത്താവ് സംസാരിച്ചു, അതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ആ കേൾവിക്കാർ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനിയും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 31 മുതൽ 47 വരെയുള്ള വചനങ്ങളാണ്. 31 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനും പഠിക്കുവാനും കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ ഭാഗത്തിന് ഒരു ശീർഷകം, ഒരു തലക്കെട്ട് നൽകുകയാണെങ്കിൽ 31 മുതൽ 47 വരെയുള്ള വേദഭാഗത്തിന് ഒരു ശീർഷകം, തലക്കുറി നൽകുകയാണെങ്കിൽ അതിങ്ങനെ നൽകാം. അത് പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, മൈ ഫാദർ ആൻഡ് യുവർ ഫാദർ. ഈ രണ്ട് വിധത്തിൽ വിഭജിച്ച് ഈ ഭാഗത്തെ നമ്മൾക്ക് പഠിക്കാൻ കഴിയും. കർത്താവ് തന്നോട് ബന്ധപ്പെടുത്തി പറയുന്നു, എൻ്റെ പിതാവ് ആരാണ്? അതാണ് മൈ ഫാദർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കും. യഹൂദന്മാരെ ചൂണ്ടിക്കൊണ്ട് കർത്താവ് അവരോട് പറയുന്നു, നിങ്ങളുടെ പിതാവ്. ആരാണ് പിതാവ് എന്നുള്ള വിഷയമാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കപ്പെടുന്നത്. നമ്മൾ 4-ാമത്തെ ഭാഗമാണിത്. ആദ്യ ഭാഗത്ത് ശിക്ഷിക്കപ്പെടാൻ ന്യായമായ അവകാശം ഉണ്ടായിരുന്നെങ്കിലും ശിക്ഷിക്കപ്പെടാതെ രക്ഷയിലേക്ക് നടത്തപ്പെടുന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ് 11-ാമത്തെ വചനം വരെ കാണുന്നത്. രണ്ട് പേരുടെ വാമൊഴിയാൽ, സാക്ഷ്യത്താൽ ഉറപ്പിക്കപ്പെടുന്ന കാര്യമാണ്. മൂന്നാമത് പരീശന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ ആരാകും? ഹു ആർ യു? 4-ാമത്തെ ഭാഗമാണ്. അത് 30-ാമത്തെ വാക്യം വരെ, 21 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ അത് തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ 31-ാമത്തെ വചനത്തിലേക്ക്, 31 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവ് തൻ്റെ പിതാവ് ആരാണെന്നും യഹൂദന്മാർ, തൻ്റെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന യഹൂദന്മാരുടെ പിതാവ് ആരാണെന്നും കർത്താവ് പറയുകയാണ്. അഥവാ
പൊതുവെ പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ പിതാവ് ആരെന്ന് പറയാം. ആ ചോദ്യം അങ്ങനെ അതിനെ നമ്മൾക്ക് വിവക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനിയും 8-ാം അധ്യായത്തിന്റെ 31, 32 വാക്യങ്ങൾ അത് ചേർത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതൊരു വലിയ പഠനമാണ്. ഇന്ന് പകൽ തന്നെയും ഞാൻ ഈ ഭാഗം സ്വതന്ത്രമായിട്ടൊന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു. ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധിക്കുന്നത്ര നമ്മൾക്ക് ചിന്തിച്ചു പോകാം. എല്ലാം ഒന്നും ചിന്തിക്കാൻ സാധിക്കുകയില്ലല്ലോ. ഇവിടെ ഈ 30-ാമത്തെ വാക്യവും 31-ാമത്തെ വചനവും ശ്രദ്ധിക്കണേ, അത് വളരെ കണക്റ്റഡാണ്. 30-ഉം 31-ഉം വചനങ്ങൾ വളരെ ബന്ധമുള്ളതാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് നോക്കിക്കാട്ട്. ഞാൻ തന്നെ വായിക്കാം. 30-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, കർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ പലരും വിശ്വസിച്ചു. അതാണ് 30-ാം വാക്യം. എന്നാൽ 31-ാമത്തെ വചനം തുടങ്ങുന്നത്, അത് കർത്താവ് പറയുകയാണ്, എന്താ, കർത്താവിനോട് ബന്ധപ്പെട്ടതാണ്. ആ വിശ്വസിച്ചവരുണ്ട്. 30-ാം വാക്യത്തിൽ പറഞ്ഞ പലരും വിശ്വസിച്ചു. ഇനി 31-ാമത്തെ വചനം നോക്കുക. ആ വിശ്വസിച്ചവരോട് കർത്താവ് പറയാ. ഇതിന്റെ ഒരു വ്യത്യാസമുണ്ടല്ലേ. എല്ലാ യഹൂദന്മാരോടും അല്ലേ പറയുന്നത്. 31-ാമത്തെ വചനം എല്ലാവരോടും അല്ല. പിന്നെ ആരോടാണ്? തന്നിൽ വിശ്വസിച്ചവരോട് പറയുക. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാർ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഈ ഒടുവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഈ വിശ്വാസത്തിനൊരു വ്യത്യാസമുണ്ട്. എന്താ വിശ്വാസത്തിന്റെ പ്രത്യേകത? അത് സേവിങ് ഫെയ്ത്ത് അല്ല, രക്ഷിക്കുന്ന വിശ്വാസമല്ല, ബുദ്ധിപരമായ ഒരു അംഗീകാരമാണ് അവിടുത്തെ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചവരോട് കർത്താവ് പറയുന്നതാണ് 31-ാം വാക്യം. വളരെ ശ്രദ്ധയോടെ വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു വാക്യമാണത്. എന്താ? തന്നിൽ വിശ്വസിച്ചവരോട്, എല്ലാവരോടും അല്ല പറയുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് കാര്യമൊന്ന് വിവേചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എല്ലാവരോടും അല്ല. പിന്നെ വിശ്വസിച്ചവരോട് പറയുകയാണ്. നോക്കണം, എന്താ? എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ ആകും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ ശിഷ്യനാകണം എന്ന് നിർബന്ധമില്ല. കണ്ടോ? പലരും ധരിച്ചു വച്ചിരിക്കുന്നത് തങ്ങൾ വിശ്വസിച്ചു അതുകൊണ്ട് അവസാനിച്ചു എന്നാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വിശ്വസിച്ചവരോട്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നില്ല. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇത് വ്യക്തമാക്കി പോകാൻ ആഗ്രഹിക്കുകയാണ്. കേട്ടോ? നമ്മളിൽ മിക്ക ആളുകളിലും എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ഭൂരിപക്ഷം നമ്മൾ ശ്രദ്ധിച്ചാൽ അവരൊക്കെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് സംതൃപ്തരായി കഴിയുന്നവരാണ്. എല്ലാം റെഡിയായി, വിശ്വസിച്ചല്ലോ. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചത് കൊണ്ട് അവസാനിക്കുന്നില്ല. നീ ബുദ്ധിപരമായിട്ട് അംഗീകരിച്ചു, ശരി തന്നെ. പക്ഷെ എൻ്റെ ശിഷ്യനാകണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിൽക്കുന്നവനാണ് എൻ്റെ ശിഷ്യൻ. ഇനി ആ വാക്യം ഒന്നുകൂടെ നമുക്ക് നോക്കാം പ്ലീസ്. ദയവായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. വേറെ ഒന്നും
ഇന്ന് രാത്രി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് ഒന്ന് ഗൗരവമായിട്ട് മനസ്സിലാക്കണം. അത് ഇംഗ്ലീഷിലാ വചനം 31-ാമത്തെ വാക്യം. Then said Jesus to those Jews which believed on him, കർത്താവിൽ വിശ്വസിച്ചവരായ യഹൂദന്മാരോട്, if you continue in my word, then are you my disciples indeed. മലയാളത്തിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകും. വാസ്തവമായി എന്ന് പറയുന്നത് യേശു കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയും. അത് ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചാൽ പല വേർഷനിലും പല വേർലി എന്ന് ചേർത്ത് പറയുന്നുണ്ട്, ചില വേർഷനിൽ പറയുന്നുണ്ട്. എന്നാൽ ട്രൂലി സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാസ്തവമായി എന്നുള്ള വാക്ക് ട്രൂലി എന്ന് പറഞ്ഞാൽ സത്യമായി നിങ്ങൾ എൻ്റെ ശിഷ്യർ ആകും. എപ്പോഴാണ്? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ. ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കണ്ടിന്യൂ ഇൻ മൈ വേർഡ് എന്ന, കർത്താവിൻ്റെ വചനത്തിൽ കണ്ടിന്യൂ ചെയ്യുക എന്ന. എന്നാൽ ശരിക്കുമുള്ള ഈ വാക്യത്തിൻ്റെ ശരിക്കുമുള്ള വേർഷൻ എന്താന്ന് ചോദിച്ചാൽ, അതെഴുതിയിരിക്കുന്നത് മൂലഭാഷയായ ഗ്രീക്കിൽ നിന്ന് അതൊന്ന് തർജ്ജമ ചെയ്താൽ, ഇഫ് യു അബൈഡ് ഇൻ മൈ വേർഡ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കുന്നു എങ്കിൽ, അബൈഡ് ഇൻ മൈ വേർഡ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചാൽ നമ്മൾക്ക് ആവർത്തിച്ച് കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമുണ്ട്, സാക്ഷാൽ. സാക്ഷാൽ എന്നുള്ള വാക്ക് നോക്കണം. ഈ 31-ാം വാക്യത്തിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ ആകും എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ കർത്താവ് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അടുത്ത് പറയുന്നത് എന്താ? സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്നിട്ട് 36-ാം വാക്യത്തിൽ നോക്കിയേ, ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടിയേ, 31 36 തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയ. 36-ാമത്തെ വാക്യം വചനം എന്താ? നമ്മളെ ഈ 31-മായിട്ടൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയാമോ? നോക്കിയേ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരാകുമെന്നല്ല, പിന്നെ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ ഞാൻ ഈ രണ്ട് വചനങ്ങൾ തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ശിഷ്യന്മാരുണ്ട്, പിന്നെ വാസ്തവമായ ശിഷ്യന്മാർ അഥവാ സാക്ഷാൽ ശിഷ്യന്മാരുണ്ട്. സ്വാതന്ത്ര്യമുണ്ട്, സാക്ഷാൽ സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായല്ലോ? ഈ രണ്ടും നമ്മള് ഈ 31 36 വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. ശിഷ്യന്മാരുണ്ട്, എന്നാൽ വാസ്തവമായ ശിഷ്യന്മാരുണ്ട്, സാക്ഷാൽ ശിഷ്യന്മാരുണ്ട്, സത്യസന്ധമായ ശിഷ്യന്മാരുണ്ട്. ഇനി സ്വാതന്ത്ര്യമുണ്ട്, സാക്ഷാൽ സ്വാതന്ത്ര്യം, ശരിയായ സ്വാതന്ത്ര്യമുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കാൻ ആവശ്യമുണ്ട്. ഈ ഭാഗത്ത് പറയുന്നതാണ്. 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ഈ സാക്ഷാൽ സത്യമായത് വാസ്തവമായത് എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദപ്രയോഗമാണ്. നമുക്കിനി മടങ്ങി വരാം 31-ാം വാക്യത്തിലേക്ക്.
നിങ്ങൾ വിശ്വസിച്ചു, എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായോ? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകണമെങ്കിൽ കേവലം ബുദ്ധിപരമായി അംഗീകരിച്ചാൽ മാത്രം പോരാ. അങ്ങനെ ഒരു വിശ്വാസം മാത്രം പോരാ. നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷാൽ ശിഷ്യന്മാരാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഊന്നൽ നൽകി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, വിശ്വസിക്കുന്നവരെ അല്ല കർത്താവിന് ആവശ്യം, ശിഷ്യന്മാരെയാണ് കർത്താവിന് ആവശ്യം. കേട്ടോ? വിശ്വാസത്താൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായവരെയാണ് കർത്താവിന് ആവശ്യം. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ നടത്തേണ്ട ആത്മപരിശോധന, സെൽഫ് എക്സാമിനേഷൻ, ആത്മപരിശോധന, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീർന്നിട്ടുണ്ടോ, ശിഷ്യയായി തീർന്നിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ ഓർത്തിരിക്കണം. യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാർ മാത്രമല്ല ഉള്ളത്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാർ ഉണ്ട്, അതാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാർ അല്ല, പിന്നെ വിശ്വസിച്ചവരെല്ലാവരും ശിഷ്യന്മാരാകണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഞാൻ 1-2 വേദഭാഗങ്ങൾ ഇതിനോട് ചേർത്ത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, നമുക്ക് ഓടിച്ച് ഇതൊക്കെ പറഞ്ഞു പോകാനായിട്ട് സാധിക്കത്തില്ല. ഇതൊക്കെ മനസ്സിലാക്കാതെ ഒരു ബൈബിൾ ക്ലാസ് ഇങ്ങനെ എടുത്തങ്ങ് പോവുകയാണ്. കുറെ ആ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതുകൊണ്ട് യാതൊരു കഥയുമില്ല. അതുകൊണ്ട് ഈ വിധ വിഷയങ്ങൾ വ്യക്തമായി ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി അത്ര ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പൊതുവായ അറിവ് നമ്മൾക്ക് ഇതിനകത്തുണ്ടായേ മതിയാവും. ഒരു കോമൺ നോളജ്, നമുക്ക് ഒരു ജനറൽ നോളജ് ഇതിനോട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാവണം. യേശുക്രിസ്തു തൻ്റെ അപ്പസ്തലന്മാരെ അയച്ചത് എന്തിനാണ്? നമുക്കറിയാം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ, എല്ലാവരും ബൈബിളൂടെ എടുക്കണേ. മനസ്സിലാകുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ആവർത്തിക്കാം. മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എത്ര വട്ടം വേണമെങ്കിലും മനസ്സിലാകുന്നിടം വരെ ഞാൻ പറയാം, കേട്ടോ? 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നോക്കുക. അവിടെ കർത്താവ് ശിഷ്യന്മാരെ അയക്കുകയാണ്. ഇതിനെ അറിയപ്പെടുന്നത് നമുക്കറിയാം, ഡോക്ടറിനും നമ്മുടെ ജോസ് സാറിനും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും, ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് കമ്മീഷനാണ്. യേശു ക്രിസ്തു ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന വലിയ നിയോഗം, ദ ഗ്രേറ്റ് കമ്മീഷൻ, കർത്താവ് നൽകുന്ന വലിയ നിയോഗമാണ്. എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ട ജോലി എന്താണെന്ന് കർത്താവ് പറയുന്നതാണ് ഈ 18 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അതിൽ 19-ാം വാക്യം നോക്കുക. നിങ്ങൾ പുറപ്പെട്ട്, നിങ്ങൾ പോകണം. ഇംഗ്ലീഷിൽ അത് ക്ലിയർ ആണ്. ഗോ യീ, യു ഗോ എന്നാണ്. നിങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് ക്ലിയർ ആണ്. നിങ്ങൾ പോകണം. നിങ്ങൾ പോയി എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം? ശിഷ്യരാക്കണം. അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുന്നവർ അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. ശിഷ്യരാക്കണം. അപ്പോൾ എന്തിനാ കർത്താവ് അപ്പോസ്തലന്മാരെ അയച്ചത്? കേവലം സുവിശേഷം പ്രസംഗിച്ചിട്ട് ആ സുവിശേഷത്തിൽ ജനമെല്ലാം വിശ്വസിക്കാൻ വേണ്ടിയല്ല. കർത്താവ് ശിഷ്യന്മാരെ അയച്ചത് എന്തിനു വേണ്ടിയാ? അപ്പോസ്തലന്മാരെ അയച്ചത് എന്തിനു വേണ്ടിയാ? ലളിതമായ വാക്കിൽ ഉത്തരവുണ്ട്. എന്താ? ശിഷ്യന്മാരാക്കാൻ വേണ്ടിയാ. അപ്പോൾ വിശ്വസിച്ചാൽ പോരാ. പിന്നെ ബാക്കി ശിഷ്യന്മാരാകണം. കേട്ടോ. നമ്മുടെ പഠന ഭാഗത്ത് വിശ്വസിച്ചവരാവര്. യേശുക്രിസ്തു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടവരിൽ പലരും വിശ്വസിച്ചു. അവർ വിശ്വസിച്ചവരാണ്. എന്നാൽ അവരാരാകണം? അവർ ശിഷ്യന്മാരാകണമെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എൻ്റെ തൊണ്ട പൊട്ടിയാലും വേണ്ടിയല്ല, എൻ്റെ സാണ് പറയണ്ട്, എൻ്റെ ചങ്ക് വാ വിളിക്കുന്ന പറയാം. എൻ്റെ ചങ്ക് വാ വിളിച്ചാലും ശരി തന്നെ ഞാൻ ഇത് വ്യക്തമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, കർത്താവിൻ്റെ ശിഷ്യരാകണം. ഇനിയും ശിഷ്യരാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണ്? മലയാളം ബൈബിൾ ഓർഡർ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. മത്തായി 28 അതിന്റെ ഓർഡറിൽ ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കണം. ഞാനതിങ്ങനെ പറയാം. നിങ്ങൾ പഠിപ്പിക്കണം. ഇംഗ്ലീഷില് അത് വ്യക്തമാണ്. 20-ാം വാക്യം. ടീച്ചിങ് ദം ടു ഒബ്സർവ് all things whatsoever I have commanded you. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ അവരെ പഠിപ്പിക്കണം. കണ്ടോ? ടീച്ച് ദം. മലയാളത്തിൽ ഉപദേശിക്കാൻ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ കണ്ടോ എങ്ങനെ? അതിന്റെ ശരിക്കുമുള്ളത് അത് തന്നെയാണ്. മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉപദേശിക്കുക എന്നുള്ളത് മലയാളത്തിൽ ഉപദേശിക്കുക എന്നുള്ള, ഇംഗ്ലീഷിൽ എല്ലായിടത്തും ടീച്ചിങ് എന്നാണ്. പഠിപ്പിക്കണം. ആരാണ് ശിഷ്യൻ? ശിഷ്യൻ എന്നുള്ളതിന് വേറൊരു വാക്ക് പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്നാണ്. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യാർത്ഥിയാണ്. ഇനിയും ശരിക്കും പറഞ്ഞാൽ എന്താ? പഠിക്കുന്നവനാണ് ആര്? ശിഷ്യൻ പഠിക്കുന്നവനാണ്. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ, ഞാൻ പഠിപ്പിച്ച വചനങ്ങൾ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച വചനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? സകല ജാതികളെയും, അവിടെ എഴുതിയിരിക്കും, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന. സകല ജാതികളെയും നിങ്ങൾ പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? അവരെ ശിഷ്യരാക്കണം. പഠിക്കുമ്പോഴാണ് അവർ ശിഷ്യരാകുന്നത്. ആദ്യം എന്ത് ചെയ്യണം? വചനം പഠിപ്പിക്കണം. കർത്താവിന്റെ വചനം പഠിപ്പിക്കണം. രണ്ടാമത് അവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കണം. എങ്ങനെയാണ് അവരെ ശിഷ്യരാക്കേണ്ടത്? കർത്താവ് പറഞ്ഞതൊക്കെ പ്രമാണിക്കുവാൻ തക്കവണ്ണം. കേട്ടോ? യേശുക്രിസ്തു പറഞ്ഞ ചിലത് പ്രമാണിക്കുകയല്ല, പിന്നെ കർത്താവ് എന്തെല്ലാം, ഓൾ തിങ്സ്, കേട്ടോ, to observe all things whatsoever I commanded you. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ അവരെന്ത് ചെയ്യണം? പ്രമാണിക്കണം. അവർ കേട്ടാ പോരാ, അവർ പഠിച്ചാ പോരാ.
വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ചാ പോരാ. കർത്താവ് പറയുകയാണ്, പഠിച്ചാ പോരാ, നിങ്ങൾ പഠിപ്പിച്ചാ പോരാ. പിന്നെ അവരെ എങ്ങനെ പഠിപ്പിക്കണം? ഞാൻ കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ, അത് പാലിക്കുവാൻ, അത് പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? അവരെ ശിഷ്യരാക്കണം. ശിഷ്യരാക്കിയിട്ട് എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണം. ഇതാണ് അതിന്റെ ഓർഡർ. കാണുന്നവരെയെല്ലാം പെട്ടെന്ന് പിടിച്ച് പിന്നെ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് അടക്കോഴിയെ വെള്ളത്തിൽ മുക്കുന്നത് പോലെ സ്നാനപ്പെടുത്തുന്നത് ബൈബിളിൽ യേശുവിന്റെ കൽപ്പനയല്ല. യേശുക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. കർത്താവ് പഠിപ്പിച്ചത്, ഞാൻ കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ അവരെ പ്രാപ്തരാക്കി എന്റെ ശിഷ്യരാക്കിയിട്ട് എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് ഈ ക്ലാസ്സിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, തുടർന്ന് യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് മതമോ ഏത് സഭാവിഭാഗത്തിലോ പെട്ടവരായിക്കൊള്ളട്ടെ, വ്യക്തമായി നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. നിങ്ങൾ യേശു കർത്താവിൻ്റെ ശിഷ്യരായി തീർന്നിട്ടുണ്ടോ? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്നല്ല ചോദ്യം. യേശുക്രിസ്തുവിന്റെ ശിഷ്യരായി തീർന്നിട്ടുണ്ടോ? ഇത് ക്രൈസ്തവീകതയുടെ അടിസ്ഥാന പ്രമാണമാണ്. അപ്പോൾ ശിഷ്യരാക്കുക, അതിനാണ് കർത്താവ് സഭയെ അയച്ചിരിക്കുന്നത്. നമ്മുടെ ജോലി സുവിശേഷം പ്രസംഗിക്കുക, ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുക, വിശ്വസിക്കുന്നവരെ പിടിച്ച് സ്നാനപ്പെടുത്തുക എന്നുള്ളതല്ല. നമ്മളെ കർത്താവ് അയച്ചിരിക്കുന്നത്, ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, എന്നെപ്പോലുള്ള ദൈവദാസന്മാരൊക്കെ ആരെങ്കിലും പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടാൽ ഉടനെ അഥവാ വിശ്വസിച്ചാൽ ഉടനെ അവരെ സ്നാനപ്പെടുത്തത്തില്ല. അത് എന്നെപ്പോലുള്ള ദൈവദാസന്മാരുടെ ഒരു പ്രത്യേകതയാണ്. ആത്മപ്രശംസയായിട്ട് പറയുന്നതല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആദ്യം കർത്താവ് കൽപ്പിച്ചതൊക്കെ, സ്നാനം മാത്രമല്ല കേട്ടോ, കർത്താവ് കൽപ്പിച്ചതെല്ലാം പ്രമാണിക്കുവാൻ അവരെ പ്രാപ്തരാക്കണം. ശിഷ്യന്മാരായിട്ട് അവരെ വാർത്തെടുക്കണം. എന്നിട്ട് വേണം അവരെ എന്ത് ചെയ്യാൻ? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താൻ. ഇനി നമുക്ക് സഭാ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. എവിടാ സഭാചരിത്രം? ബൈബിളിൽ സഭാചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലാണ് സഭയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 100 വർഷത്തെ എന്നൊക്കെ പറയും, പക്ഷെ 100 വർഷത്തെ ഒന്നുമില്ല കേട്ടോ. എന്നാൽ ഏറെക്കുറെ ആദിമ സഭയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലാണ്. നമുക്കറിയാം, സഭ ആരംഭിച്ച 2-ാം അധ്യായത്തിലാണ്, അല്ലേ? 2-ാം അധ്യായത്തിലാണ് സഭ ഭൂമിയിൽ ആരംഭിച്ചത്. ഭൂമിയിൽ സഭ ആരംഭിച്ചത്, അഥവാ ഭൂമിയിൽ സഭ വെളിപ്പെട്ടത് 2-ാം അധ്യായത്തിലാണ്. പെന്തക്കോസ്ത് നാളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടു, അവിടെ കാണുന്നുണ്ട്, പത്രോസ് പ്രസംഗിച്ചു. ഇത് യേശുക്രിസ്തുവിന്റെ ക്രമം. കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാർ വിശ്വസിച്ചു. ഇവിടെ പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടവർ ചോദിക്കുകയാണ്, ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് പത്രോസ് മറുപടി പറയുന്നത് 38-ാം വാക്യം മുതൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം.
എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും പിന്നെ നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതാണ്. എന്നിട്ട് 40-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, മറ്റു പല വാക്കുകളാലും അവർ അവരെ പ്രബോധിപ്പിച്ചു. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് നോക്കണം, വേർപാട് വരെ പഠിപ്പിച്ചു. എന്താ? മാനസാന്തരം മുതൽ എവിടെ വരെ? വേർപാട് വരെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ കാണുന്നതാണ് 41-ാം വാക്യം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവരെയാണ് സ്നാനപ്പെടുത്തിയത്. കുറേ മാനസാന്തരപ്പെട്ടവരെ പിടിച്ചെന്നെ സ്നാനപ്പെടുത്തുകയല്ല, അവരോട് പറഞ്ഞു എന്താണ് ക്രൈസ്തവ മാർഗം. സുവിശേഷത്തോട് ചേർന്ന് അവർ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവരെ സ്നാനപ്പെടുത്തുന്നത്. ഇനി 42-ാം വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും ശിഷ്യന്മാരായി. അവർ ആരായി? കേവലം വിശ്വസിക്കുക മാത്രമല്ല, സ്നാനപ്പെടുക മാത്രമല്ല, പിന്നെ അവരാരായി? അവർ യഥാർത്ഥ ശിഷ്യന്മാരായി. സഭ ഈ ഭൂമിയിൽ ആരംഭിച്ചപ്പോൾ തന്നെ ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥ വ്യക്തമാക്കി ആ ശിഷ്യത്വത്തിലേക്ക് തങ്ങളുടെ ശ്രോതാക്കളെ നടത്തിയിട്ടാണ് ആ സഭയുടെ പ്രാരംഭ അവസ്ഥയിലേക്ക് അവരെ നടത്തുന്നത്. ഇനി നോക്കുക, ഇത് 2-ാം അധ്യായത്തിൽ. ഞാൻ തുടർന്ന് 6-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കും. കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള നമ്മുടെ ആ വിഷയത്തോട് ചേർന്നുള്ള ആ വാചകം കിട്ടിയല്ലേ? എന്താ? ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വന്നു. യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരെ ഉള്ളോ? അല്ല. കണ്ടോ? ശിഷ്യന്മാർ എന്ത് ചെയ്തു? പെരുകി വന്നു. അവിടെ തൊട്ട് താഴെ പറയുന്നുണ്ട്, പുരുഷന്മാരുടെ എണ്ണം മാത്രം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. 5000-ഓളമായി പുരുഷന്മാരുടെ എണ്ണം മാത്രം. അപ്പം 5000 ശിഷ്യന്മാർ. ഇനി നമുക്ക് തുടർന്ന് ഈ ശിഷ്യന്മാർ എന്നുള്ള പ്രയോഗം വരുന്നുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് മുന്നോട്ട് പോവാം, ഓടിച്ചു മുന്നോട്ട് പോവാം. 9-ാം അധ്യായത്തിലേക്ക് വന്നേ. വിശ്വസിച്ച് എല്ലാവരും ശിഷ്യന്മാരല്ല, പിന്നെ വിശ്വസിച്ചവർ ശിഷ്യത്വത്തിലേക്ക് വളരണം. അതാണ് നമ്മുടെ പഠന വിഷയം. 9-ാം അധ്യായത്തിലേക്ക് വന്നേ. 1-ാം വാക്യം, ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചു. നോക്കിയേ, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് നേരെ. ഇനിയും അതേ അധ്യായത്തിൽ തന്നെ തുടർന്ന് നമ്മൾ വായിക്കുന്നത് 10-ാം വാക്യം. ഒന്ന് പെട്ടെന്ന് ഓടിച്ചു വായിച്ചു പോവാം. 10-ാം വാക്യം നോക്കിയേ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. കണ്ടോ? അനന്യാസ് എന്നൊരു ശിഷ്യൻ. ഇനിയും ഞാൻ ഇവിടെ ഒത്തിരി വചനങ്ങളുണ്ട്. ഈ ശിഷ്യൻ എന്നുള്ള വാക്കിനോട് ചേർത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ 36-ാം വാക്യത്തിലാണോ നോക്കിയേ? 36-ാം വാക്യം. 36 അല്ല, അതെ. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. ശിഷ്യ, ഇതൊരു സഹോദരിയ. അപ്പോൾ ഇത് വളരെ ആഴത്തിലുള്ള ഒരു പഠനമാണ് കേട്ടോ. ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ് ഒരു വലിയ പഠനമാണ്. അപ്പോൾ ഒരാള് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ശിഷ്യനാകുന്നില്ല, ശിഷ്യയാകുന്നില്ല. പിന്നെ വിശ്വസിച്ചവർ ശിഷ്യത്വത്തിലേക്ക് വളരണം. കർത്താവിനാവശ്യം വിശ്വസിച്ചവരെ അല്ല. ഞാൻ പറഞ്ഞു വന്ന അതാണ്.
കർത്താവിന് ആവശ്യം ശിഷ്യരെയാണ്, ശിഷ്യന്മാരെയാണ് കർത്താവിന് ആവശ്യം. ഇനി നമ്മൾക്ക് യോഹന്നാൻ 8 മടങ്ങി വരാം. ഈ ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥകളൊന്നും ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല, ഇന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഷൈജംബ്രറൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്താൽ നമുക്കൊരു സമയം അതിനുവേണ്ടി വേർതിരിക്കാം. ഏതാ, ശിഷ്യത്വം എന്നുള്ള വിഷയം പഠിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു സമയം വേർതിരിക്കാം. ഇവിടെ നമ്മൾക്കിപ്പോ നമ്മുടെ പഠന ഭാഗത്തുള്ള കാര്യം നമ്മൾക്കൊന്ന് ചിന്തിക്കാം. കർത്താവ് പറയുകയാണ് 31 വാക്യം. 30 വാക്യത്തിൽ പറഞ്ഞു അവരിൽ പലരും കർത്താവിൽ വിശ്വസിച്ചു. 31 വാക്യത്തിൽ വിശ്വസിച്ചവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചു, നല്ല കാര്യം, പക്ഷേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകണം. ശിഷ്യന്മാരാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ഗൗരവമായ ഒരു കാര്യം പറയാം. വിശ്വസിക്കുകയും വചനത്തോട് ബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് രക്ഷിക്കപ്പെട്ടവരുടെ അവസ്ഥയല്ല. കേട്ടോ? വിശ്വസിച്ചവർ വചനത്തിൽ നിലനിൽക്കണം. 1. 2, വചനം അവരിൽ വസിക്കണം. അവരിൽ വചനം വസിക്കണം. ഇത് ഈ ഭാഗത്ത് കർത്താവ് ആവർത്തിച്ചു പറയുന്ന ഒരു വലിയ സത്യമാണ്. കർത്താവ് ഈ ഭാഗത്ത് വചനമുള്ളിൽ വസിക്കുക എന്നുള്ള കാര്യം കർത്താവ് വ്യക്തമാക്കുകയാണ്. ഈ 47 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ, ദൈവസന്തതിയായവൻ എന്ത് ചെയ്യുന്നു? ദൈവവചനം കേൾക്കുന്നു. കണ്ടോ? ഇവിടെ ശിഷ്യനെന്നു മാറി, പിന്നെ ദൈവസന്തതി എന്നുള്ള വാക്കായി. ആരാ ദൈവത്തിന്റെ സന്തതി? ആരാ ദൈവത്തിന്റെ മകൻ? ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ ആവർത്തിച്ച് പറയുന്നത്. ദ സീഡ് ഓഫ് എബ്രഹാം എന്നും പറയുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ സന്തതി എന്ന് പറയുന്നത് അബ്രഹാമിന്റെ സന്തതി അല്ല. ഇവിടെ കർത്താവ് പറഞ്ഞു വന്നിട്ട് ഒടുവിൽ പറയുകയാണ്, ദൈവസന്തതിയായവൻ. നമ്മൾ അതൊക്കെ പഠിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ സന്തതി, ദൈവത്തിന്റെ മകൻ ആരാണ്? ശിഷ്യൻ ആരാണ്? വചനം കേൾക്കുന്നവനാണ്. വചനം ഉള്ളിൽ വസിക്കുന്നവനാണ്. വചനത്തിൽ വസിക്കുന്നവനാണ്. പോരാ, വചനം പ്രമാണിക്കുന്നവനാണ് ദൈവത്തിന്റെ സന്തതി. സഹോദരി സഹോദരന്മാരെ, ഞാൻ വളരെ എളിമയോടെ ഇന്ന് എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഈ വാക്കുകൾ കേൾക്കുന്നവരോട് പറയുകയാണ്, ദൈവവചനവുമായി നമുക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ രക്ഷയുടെയും നമ്മുടെ ശിഷ്യത്വത്തിൻ്റെയും നമ്മുടെ പുത്രത്വത്തിൻ്റെയും അടയാളം. ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ സന്തതി, ദൈവവചനവുമായിട്ടുള്ള ബന്ധം. ഇപ്പൊ പറഞ്ഞ വാക്കൊന്നുകൂടെ പറയാമോ? ദൈവവചനവുമായി നമുക്കുള്ള ബന്ധമാണ് ശിഷ്യത്വത്തിൻ്റെയും പിന്നെ പുത്രത്വത്തിൻ്റെയും രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെയും അടയാളം. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളം വചനവുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ ഒന്നുകൂടെ ശരിക്ക് പറഞ്ഞാൽ, ഞാൻ ഇന്ന് പോലും ആ ഭാഗം ഒന്ന് ഓടിച്ചു നോക്കുകയുണ്ടായി. ഞാൻ എഴുതി വെച്ച നോട്ട് തന്നെയാണ്, നേരത്തെ എഴുതി വെച്ച നോട്ടാണ് എങ്കിലും ഞാൻ ഇന്ന് നോക്കുകയുണ്ടായി. വചനം
പ്രിയപ്പെട്ടവരെ, വചനമാണ് രക്ഷിക്കുന്നത്. വചനമാണ് നമ്മളെ ദൈവ മക്കളാക്കി തീർക്കുന്നത്. വചനമാണ് പുത്രത്വത്തിലേക്ക് നയിക്കുന്നത്. സംശയമില്ലല്ലോ, ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞു പോകുന്നു, അതിന് തെളിവ് തരാതെ പോയാൽ കാര്യം അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ 2 വചനങ്ങൾ പറയാം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, ആ കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മളെ ജനിപ്പിച്ചത് എന്താ? നമ്മളെ ജനിപ്പിച്ചത് എന്താ? നമ്മളെ ദൈവപുത്രന്മാരും പുത്രിമാരും ആക്കിയത് എന്താ? ദൈവത്തിന്റെ വചനം കൂടാതെ ഒരാൾ വീണ്ടും ജനിക്കുന്നില്ല. ദൈവവചനം കൂടാതെ വീണ്ടും ജനിച്ചു, രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവർ സ്വർഗത്തിൽ കാണുകയില്ല. കാരണം അവർ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവർ അല്ല. ഇനി നോക്കുക, ഇതേ കാര്യം തന്നെ മറ്റൊരു ഭാഗം നോക്കുക. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നോക്കാട്ടെ. വായിച്ചാട്ട് ബ്രദറെ. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. കണ്ടോ? നമ്മളെ ജനിപ്പിച്ചത് എന്താ? ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ രക്ഷയുടെ, നമ്മുടെ ശിഷ്യത്വത്തിന്റെ, നമ്മുടെ പുത്രത്വത്തിന്റെ അടയാളം ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ നിലനിൽക്കുക, വചനം ആചരിക്കുക, വചനം പ്രമാണിക്കുക. കർത്താവ് നമ്മളെ വ്യക്തമായിട്ട് ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ കാര്യങ്ങൾ. ഇനിയും ഇത് ഇങ്ങനെ ഞാനതൊന്ന് പറഞ്ഞു പോകാം. ഇവിടെ ശ്രദ്ധിക്കണേ, പ്രത്യേകിച്ചും നമ്മുടെ ശുശ്രൂഷ രംഗത്തുള്ള നമ്മുടെ ജിജിമോനും അതുപോലെ തന്നെ നമ്മുടെ ഷൈജം ബ്രദറും മറ്റ് എല്ലാവരും ശുശ്രൂഷ രംഗത്തുള്ളവരാണ്. അപ്പോൾ അവരെ കരുതി ഞാൻ ഒരു വാചകം പറയാം. ഈ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തിയുടെ വിശ്വാസം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്, പ്രദർശിപ്പിക്കപ്പെടുന്നത് ഡിസൈപ്പിൾഷിപ്പിലൂടെയാണ്, ശിഷ്യത്വത്തിലൂടെയാണ്. കണ്ടോ? ശിഷ്യത്വത്തിലൂടെയാണ് ഒരു യഥാർത്ഥ വിശ്വാസം മാനിഫെസ്റ്റ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എൻ്റെ വിശ്വാസം ശരിയാണോ? എൻ്റെ യേശുക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസം ശരിയായ വിശ്വാസമാണോ, തെറ്റായ വിശ്വാസമാണോ എന്ന് വ്യക്തമാക്കപ്പെടുന്നത് എൻ്റെ ശിഷ്യത്വത്തിലൂടെയാണ്. എന്താണ് ശിഷ്യത്വത്തിന്റെ അടയാളം? അതിലൊന്നാമത്തെ കാര്യമാണ് ഇത്. ആദ്യം ശിഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്നവരാണല്ലോ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശിഷ്യത്വത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയേണ്ട ഭാഗം ഇതാണ്. ആദ്യത്തെ പോയിന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാമെങ്കിൽ ആദ്യത്തെ പോയിന്റ് ഇതാണ്. എന്ന് ഞാൻ പറയട്ടെ, ഈ പരമ്പരാഗത രക്ഷയിൽ ബ്രദറൻകാരുടെ മക്കള് ബ്രദറൻകാരും, പെന്തിക്കോസ്തുകാരുടെ മക്കള് പെന്തക്കോസ്തുകാരും, അടിമാലി ഫെലോഷിപ്പിലുള്ള സഹോദരങ്ങളുടെ മക്കൾ ആ ഫെലോഷിപ്പിലുള്ള ഒരുമായിട്ട് ഈ പാരമ്പര്യം ഇങ്ങനെ കൊണ്ടുപോവുക. കേട്ടോ? അതല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന് വേണ്ടത്
എന്റെ ഡാഡി, എന്റെ മമ്മി, എന്റെ പപ്പ, എന്റെ മമ്മി ഇന്ന ഗ്രൂപ്പിലാണ് നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവിടെയാണ്, ഞാൻ സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനൊക്കെ ഇല്ല, സ്വർഗത്തിൽ കാണത്തില്ല. ഞാൻ തീർത്തു പറയുകയാണ്, യാതൊരു ദാക്ഷിണ്യം കൂടാതെ പറയുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്റെ കർത്താവാ പറഞ്ഞത്, എന്റെ വചനത്തിൽ നിലനിൽക്കാത്തവൻ എന്റെ ശിഷ്യനല്ല. വളരെ 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 ഗൗരവമായി ഈ സത്യങ്ങൾ പഠിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഈ മറ്റൊരു കാര്യം ഇവിടെ തൊട്ടടുത്ത് പറയുന്നുണ്ട്. 31 വാക്യം കഴിഞ്ഞ് 32 വാക്യത്തിൽ, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കണ്ടോ? ശിഷ്യത്വത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്നത് സ്വതന്ത്രനെ കുറിച്ചാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നല്ല, സ്വതന്ത്രർ ആകും എന്നാണ് കർത്താവ് പറയുന്നത്. The truth shall make you free. സത്യം നിങ്ങളെ സ്വതന്ത്രർ ആക്കും. ഈ വചനത്തിന് വളരെ ആഴമായ അർത്ഥമുണ്ട്. ഞാൻ ഇങ്ങനെ ഈ 31 വാക്യവും 32 വചനം കൂടെ ഒന്ന് ചേർത്ത് പറയാം. 31 വാക്യത്തിൽ നമ്മൾ കണ്ടത് വചനത്തിൽ നിലനിൽക്കുക. കണ്ടോ? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, നമ്മൾ വേറൊരു വിധത്തിൽ അത് കണ്ടു, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാകും. വേറെ വേർഷനിൽ അങ്ങനെയാണ്, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ. ഇംഗ്ലീഷിൽ ആ നിലനിൽക്കുന്നു എന്നുള്ളതിന് കിങ് ജെയിംസ് വേർഷൻ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടിന്യൂ എന്നുള്ള വാക്കാണ്. നമ്മൾ കണ്ടല്ലോ, എന്താ? ഇഫ് യു കണ്ടിന്യൂ ഇൻ മൈ വേർഡ്സ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ, നിലനിന്നു പോകുന്നെങ്കിൽ, വസിക്കുന്നു എങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതിന്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ ഇതിൻ്റെ മൂലാർത്ഥങ്ങളൊക്കെ നമ്മൾ തേടിപ്പോവാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒബീഡിയൻസ് എന്നുള്ള വാക്കാണ്. നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കുന്നു എങ്കിൽ, കണ്ടോ? അതാണ് സത്യം. അനുസരിക്കുന്നു എങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇതിന്റെ ആഴം എത്ര വലുതാണ് എന്ന് ചിന്തിച്ചോണം. ഇനിയും ഇവിടെ വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഗ്രീക്ക് വേർഷനിലുള്ള അർത്ഥം എന്ന് പറയുന്നത് വൃതന്മാർ എന്നാണ് അതിന് ശരിക്കുമുള്ള അർത്ഥം പറയുന്നത്. വൃതന്മാർ, വചനത്തിൽ നിലനിൽക്കുക, ശിഷ്യത്വത്തിലേക്ക് വരിക എന്ന് പറയുന്നത് വൃതന്മാർ എന്നുള്ള അർത്ഥത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വൃതന്മാർ എന്നുള്ളത് പത്രോസിന്റെ 1 ലേഖനം 1 അധ്യായത്തില് 2 വാക്യത്തിൽ പത്രോസ് ഈ വൃതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. വൃതന്മാരെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ അവിടെ പത്രോസ് പറയുന്നുണ്ട്. ഞാൻ ഇതിനോട് ചേർത്ത അതൊന്ന് പറഞ്ഞു പോവുകയുള്ളൂ, വിശദീകരിക്കുക. ഒന്ന്, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം. ആരാണ് യഥാർത്ഥത്തിൽ ശിഷ്യത്വത്തിലേക്ക് ഉയർന്ന ഒരു വൃതൻ? വൃതൻ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. വൺ ഹു ഇലക്റ്റഡ്, തെരഞ്ഞെടുക്കപ്പെട്ടവൻ. വൃതൻ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ഈ വൃതന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്താണ്? പിതാവായ ദൈവത്തിന്റെ മുന്നറിവ്.
കാലത്തിനപ്പുറത്ത് അതിന് കാലം നിർവചിക്കാൻ കഴിയുകയില്ല, സമയം നിർവചിക്കാൻ കഴിയുകയില്ല. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് അതിനൊരു കാലം നിർണയിക്കാൻ കഴിയുകയില്ല. കണ്ടോ? അവിടെ പിതാവായ ദൈവത്തിന്റെ മുന്നറിവ്, എന്നെ ദൈവം മുന്നറിഞ്ഞതെന്ന ഒരൊറ്റ വ്യക്തിക്ക് പോലും അത് പറയാൻ പറ്റുകയില്ല. രണ്ടാമത് അവിടെ എത്തിയിരിക്കുന്ന വാക്ക് ആത്മാവിന്റെ ശുദ്ധീകരണം പ്രാപിച്ചവർ എന്നാണ്. അപ്പോൾ പിതാവായ ദൈവം മുന്നറിഞ്ഞാൽ മാത്രം പോരാ, രണ്ടാമത്തത് പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്. എന്താ പരിശുദ്ധാത്മാവിന്റെ ജോലി? പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ടവർ. ഒന്ന്, ഫോർ നോളജ് ഓഫ് ദ ഫാദർ, പിതാവായ ദൈവത്തിന്റെ മുൻ അറിവ്. രണ്ടാമത് ദ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണം. മൂന്നാമത് ദ സ്പ്രിംഗ്ലിംഗ് ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർ. ആ രണ്ടാം വാക്യം മറക്കരുത്. വലിയൊരു സന്ദേശമാണ്, വലിയൊരു പഠനമാണ്. എല്ലാവരും പഠിക്കുക മാത്രമല്ല, എല്ലാവരെയും പഠിപ്പിക്കേണ്ടത്. മൂന്ന് കാര്യങ്ങളാണ് എന്നെയും നിങ്ങളെയും വൃതന്മാരാക്കി, അഥവാ ശിഷ്യത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിന് പിൻപിൽ വ്യാപരിച്ച മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, പിതാവായ ദൈവത്തിന്റെ മുന്നറിവ്, ഫോർ നോളജ് ഓഫ് ദ ഫാദർ. രണ്ടാമത്, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള തളിപ്പ്, യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ഹൃദയത്തിൽ തളിച്ചത്, ക്രിസ്തുവിന്റെ രക്തം തളിച്ചു. ദ സ്പ്രിംഗ്ലിംഗ് ഓഫ് ദ ബ്ലഡ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെടുക. മൂന്നാമത്, ദ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണം. ഇത് മൂന്നും നടക്കാത്തവര് സ്വർഗത്തിൽ കാണത്തില്ല കേട്ടോ. ഇത് മൂന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ ആളിനെ ശിഷ്യനെന്ന് വിളിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും. ഇത്തിരി ഒച്ച കൂടിപ്പോയി എന്നെനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ്സിലല്ലേ. വിഷയത്തിന്റെ ആ ഗാംഭീര്യം കൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു പോയതാണ്, അങ്ങനെ വന്നു പോകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മപരിശോധനയുടെ ദിവസമാണ്. എന്റെ കർത്താവിന്റെ തെരഞ്ഞെടുപ്പിന്റെ പരിധിയിൽപ്പെട്ട ഒരു വ്യക്തിയാണോ ഞാൻ യഥാർത്ഥത്തിൽ ശിഷ്യത്വത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഞാൻ ദൈവത്തിന്റെ സന്തതിയായി തീർന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടോ? ഇത് നമ്മുടെ ശിഷ്യത്വത്തോട് ബന്ധപ്പെട്ട് നിലനിൽക്കുക എന്നുള്ള വാക്ക് ഞാൻ ഒരു ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഈ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഡോക്ടർക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതും ചിന്തിക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ സംഭാഷണത്തിൽ ഈ വിത്ത് വിതയ്ക്കുന്നവന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. വചനം വിതയ്ക്കുന്ന ഒരു ഉപമ, വിതയ്ക്കുവാൻ പുറപ്പെട്ട ആ ഉപമയിൽ 22-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞത്, അവർ വചനം കേട്ടു. സമയം തീരുന്നോണ്ട് ഞാൻ വേഗം പറഞ്ഞു പോവാം. അവരുടെ ഒരു നെഗറ്റീവായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം അവരെ കുറിച്ച് പറയുന്നത്, അവര് വചനം കേട്ടു. അടുത്ത 22-ാം വാക്യം നോക്കിയാൽ അറിയാം. 13:22 വചനം കേട്ടു, എന്നാൽ എന്ത് ചെയ്തില്ല. വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. ശരിക്കും പോസിറ്റീവായിട്ട് പറഞ്ഞാൽ എന്താ, ഫലം കായ്ച്ചില്ല.
എന്താ വചനം കേൾക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്താ ഫലം കായ്ക്കുക. വചനം കേൾക്കുന്നവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലമാണ്. പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ കർത്താവേ, വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ ഫലം കായ്ച്ചിരിക്കും. കൊലോസ്യരെ സംബന്ധിച്ച് പൗലോസ് പറയുന്ന ഒരു ഭാഗം ഒന്ന് നോക്കിയേ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. ആകാശത്തിന്റെ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നു കൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ആരാണ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത്? എല്ലാവരും ഒന്നും കർത്താവിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ആകാശത്തിന്റെ കീഴിൽ ഘോഷിച്ച് ഞാൻ ശുശ്രൂഷകനായി തീർന്ന് നിങ്ങൾ കേട്ടുമിരിക്കുന്ന വിശ്വാസത്തിൽ നിലനിൽക്കുക. വചനത്തിൽ നിലനിൽക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. അങ്ങനെയുള്ളവരാണ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത്. നോക്കണം, കേവലം നമ്മുടെ അടുത്ത തലമുറയെ കുറിച്ച് എനിക്ക് വലിയ ഭാരമുണ്ട്. അവരിൽ അധികം പേരും അപ്പനും അമ്മയും ഈ വിശ്വാസത്തിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവരിങ്ങനെ പോവുകയാണ്. അവർക്കിതൊന്നും ഇത് ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നവർക്ക് അറിഞ്ഞുകൂടാ. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശേഷ് മുഹമ്മദായ പറഞ്ഞ പോലെയാ, ഉപ്പോളം വെക്കുമോ ഉപ്പിലിട്ടത്. കേട്ടോ, ഉപ്പും ഉപ്പിലിട്ടതും രണ്ടും രണ്ടാ. അതിന്റെ അവസ്ഥ രണ്ടാണ്. എത്ര പേര് കർത്താവിന്റെ മുമ്പിൽ നിൽക്കും? കർത്താവിന്റെ വചനത്തിൽ നിലനിന്ന് ശിഷ്യരായി തീർന്നവർ, വിശ്വാസത്തിൽ നിലനിന്ന് ശിഷ്യരായി തീർന്നവർ, അവരാണ് രക്ഷിക്കപ്പെട്ടവർ, അവരാണ് ദൈവത്തിന്റെ മക്കൾ, അവരാണ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തില് 1-ാം വാക്യത്തിൽ ലേഖനകാരൻ ഒരു വലിയ അപകടം പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അടുത്ത വാക്യം കൂടെ, അവരെ പോലെ നാമും ഈ ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നിട്ടില്ല. കണ്ടില്ലേ വചനം എത്ര കേൾക്കുന്നു? നമ്മൾ കേട്ട വചനം ഉപകാരമായി വരണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രമാണമുണ്ടല്ല, കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കണം, കേട്ടവരിൽ അത് പ്രായോഗികമായി തീരണം. അവിടെയാണ് ശിഷ്യത്വത്തിന്റെ ഏറ്റവും മികച്ച വ്യവസ്ഥ കർത്താവ് പറയുന്നത്. ട്രൂ ഡിസൈപ്പിൾഷിപ്പ്, യഥാർത്ഥ ശിഷ്യത്വം. ഈ വചനം ഇന്ന് തുടങ്ങി വെച്ചത് ഈ ഭാഗം തുടക്കത്തിലെ നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്ന കാര്യമാണ്. വിശ്വസിച്ചവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചു, നല്ലത് തന്നെ, പക്ഷേ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റെ ശിഷ്യരായി തീരുകയുള്ളൂ. വചനത്താൽ അഥവാ സത്യത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വതന്ത്രരായി തീരണം. ഇവിടെ
രണ്ട് കൂട്ടരെ കുറിച്ച് ഇപ്പോൾ നമ്മളൊന്ന് പരാമർശിച്ചു. രണ്ട് കൂട്ടരല്ല, കുറഞ്ഞത് 6 വിഭാഗം ആളുകളെ കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. 31-ാമത്തെ വാക്യം മുതൽ 47-ാമത്തെ വചനം വരെ 6 വിഭാഗം ആളുകളെ കുറിച്ച് കർത്താവും അവിടെ കേൾവിക്കാരിൽ നിന്നും വ്യക്തമാക്കപ്പെടുന്ന ഈ വചനഭാഗത്ത് 6 വിഭാഗം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത് നമ്മൾ കണ്ടത് ശിഷ്യന്മാരെയാണ്, വാസ്തവമായ ശിഷ്യന്മാരെയാണ്. രണ്ടാമത് ഇവിടെ പറയുന്നത് സ്വതന്ത്രരാക്കപ്പെട്ടവരെ കുറിച്ചാണ്. സത്യം അറിഞ്ഞിട്ട് സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെട്ടവരെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ കേൾക്കണേ, സ്വാതന്ത്ര്യം എന്ന വിഷയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വ്യക്തമാക്കിയതുപോലെ ലോക ചരിത്രത്തിലെ ഒരു മഹാത്മാവും ഒരു തത്വചിന്തകനും വ്യക്തമാക്കിയിട്ടില്ല കേട്ടോ. സ്വാതന്ത്ര്യം 15-ാം തീയതി വരാൻ പോവുകയാണല്ലോ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവുകയാണ്. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ്? ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇവിടെ പറയുന്നു സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് ഇവിടെ 32-ാമത്തെ വചനത്തിൽ പറയുക. ഇനിയും 36-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം നോക്കിയേ, എല്ലാവരും നോക്കണേ. 36-ാമത്തെ വചനം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ശിഷ്യത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈ വാക്യം പറഞ്ഞു. അപ്പോൾ ഇവിടെയും ശിഷ്യത്വമുണ്ട്, വാസ്തവമായ ശിഷ്യത്വമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ സാക്ഷാൽ സ്വാതന്ത്ര്യവും ഉണ്ട്. കണ്ടോ, ഈ രണ്ടിടത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഇൻഡീഡ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. വാസ്തവമായ സ്വാതന്ത്ര്യം അഥവാ സാക്ഷാൽ സ്വാതന്ത്ര്യം. ഇന്ന് ലോകത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ഇനിയും ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതാണ് 33-ാമത്തെ വാക്യത്തിലും 33 മുതൽ 35 വരെയുള്ള വചനങ്ങളിൽ കാണുന്നത്. അതാണ് എന്താ, നിങ്ങൾ സ്വതന്ത്രരല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കേട്ട യഹൂദന്മാർ പറയുകയാണ് വളരെ വിചിത്രമായ ഒരു അവകാശവാദം. ഏതാ 33-ാം വാക്യം? എന്താ അവര് പറയുന്നത്? ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. ചിരി വരുന്നുണ്ടോ? ബൈബിൾ അറിയാവുന്നവര്, യഹൂദന്മാരുടെ ചരിത്രം അറിയാവുന്നവർ ചിരിക്കും, ഇല്ലേ? ആരോടാ? യേശു കർത്താവിന്റെ മുഖത്ത് നോക്കി പറയുക, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ഇതുവരെയും ദാസന്മാരായിരുന്നിട്ടില്ല, ആരുടെയും ദാസന്മാരായിട്ടില്ല. എന്തായാലും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. കർത്താവ് അവരോട് പച്ചയ്ക്ക് പറഞ്ഞു കാണുമെന്നാ പറഞ്ഞത്. ഇത് നിന്റെ വല്യപ്പനി അബ്രഹാം ഉണ്ടല്ലോ, അബ്രഹാം പോലും മിസ്രൈമിൽ പോയിട്ടുണ്ട്. ക്ഷാമം വന്നപ്പോ അടിമയായിട്ടുണ്ടോ? എടാ, നിങ്ങളുടെ വല്യപ്പനുണ്ടല്ലോ, അബ്രഹാമിന്റെ കൊച്ചുമകൻ യാക്കോബ്, ഇസ്രായേൽ ജാതിയുടെ പിതാവ്, അയാളുമായിട്ട് മക്കൾ എവിടെ ആയിരുന്നു? അടിമയായിരുന്നോ? ഇത് കർത്താവിനോട് പറയും. ഇപ്പോഴത്തെ നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞ പോലെ, നിങ്ങൾ സുവിശേഷം പറയുന്നെങ്കിൽ വേണ്ട ജാതികളുടെ അർത്ഥം കളഞ്ഞെന്ന് പറ. ഞങ്ങളോട് എന്ന് പറഞ്ഞത് അവരാരാ? അവർ ജാതികളല്ല. എന്തൊരു കഷ്ടമെന്ന് എനിക്ക്. ഞങ്ങൾ ഇതുവരെ ഇനിയും ചരിത്രം ഇങ്ങോട്ട് പറഞ്ഞ അശൂറിലേക്ക് ഇവർ അടിമകളായി പോയിട്ടുണ്ട്.
ഞാൻ ഈ അടുത്ത സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതാണ്. ബാബിലോണിൽ ഇവർ അടിമകളായിട്ടുണ്ട്. ഗ്രേക്കുകാരുടെ അധീനതയിൽ അവർ, ഗ്രീസിന്റെ അധീനതയിൽ അവർ അടിമകളായി കഴിഞ്ഞിട്ടുണ്ട്. കർത്താവ് ഇത് പറയുമ്പോൾ അവർ അടിമകളാ. ആരുടെ? റോമാക്കാരുടെ അടിമകളാ. ആ വലിയ പുള്ളികളാണ് നെഞ്ചു വിരിച്ചു നിന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇതുവരെയും ആരുടെയും ദാസന്മാരായിട്ടില്ല, ഞങ്ങൾ ഇതുവരെയും ആരുടെയും അടിമകളായിട്ടില്ല. കർത്താവ് പറഞ്ഞു, മൂന്നാമത്തെ വിഷയം ദാസൻ എന്നുള്ള. ഒന്ന് ശിഷ്യൻ, രണ്ട് സ്വതന്ത്രൻ, മൂന്ന് ദാസൻ. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദാസരാണ്. ഈ ചരിത്രമൊന്നും കർത്താവ് അവരോട് പറഞ്ഞില്ല, അവരടിമത്വത്തിലേക്ക് പോയ കാര്യമൊന്നും പറഞ്ഞില്ല. അത് രാഷ്ട്രീയ അടിമത്വമാണ്. എന്നാൽ സാക്ഷാൽ അടിമത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയ അടിമത്വമല്ല. യേശു കർത്താവ് അത് വ്യക്തമാക്കി. നോക്കണം, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസന്മാർ ആകുന്നു. 34 വാക്യം. നിങ്ങൾ ദാസന്മാരാണോ? യേശു ക്രിസ്തു പറയുകയാണ്, എന്താ, നിങ്ങൾ ദാസന്മാരാണോ? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്താ, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാണ്. സഹോദരി സഹോദരന്മാരെ, മനുഷ്യൻ അടിമയാണ്. എന്തിന്റെ അടിമയാണ്? പാപത്തിന്റെ ദാസൻ. പാപത്തിന്റെ ദാസനാണ്, പാപത്തിന്റെ അടിമയാണ്. എന്നാൽ ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരണമെങ്കിൽ 2 കാര്യങ്ങൾ നടക്കണം. അതാ കർത്താവ് ഇവിടെ അടിസ്ഥാനപരമായി പറയുന്നത്. ഒന്ന്, സത്യം നിങ്ങൾ അറിയണം. അടിസ്ഥാനപരമായി നടക്കേണ്ട കാര്യം സത്യം നിങ്ങൾ അറിയണം. 2:36 വാക്യം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തണം. മഹാത്മാഗാന്ധി വരുത്തിയ സ്വാതന്ത്ര്യമല്ല. ഏബ്രഹാം ലിങ്കൺ നൽകിയ സ്വാതന്ത്ര്യമല്ല ഒരു വ്യക്തിക്ക് ആവശ്യം. ബ്രിട്ടീഷുകാരന് ഇന്നും ഇന്ത്യയെ ഭരിക്കുന്നു എന്ന് വിചാരിക്കുക. അതല്ല, അവിടുന്നല്ല മനുഷ്യന് മോചനം കിട്ടേണ്ടത്. സത്യം അറിഞ്ഞിട്ട് പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യമാണ് ഒരു വ്യക്തിക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്താനുണ്ട്. ഒന്ന്, ഞാൻ വാസ്തവമായി ശിഷ്യനാണോ? 2, ഞാൻ സ്വതന്ത്രനാണോ? 3, ഞാൻ ഇപ്പോഴും ഒരു ദാസനാണോ? ഇവിടെ ഒരു വലിയ പ്രമാണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഞാൻ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യാം. നോക്കണം, യേശുക്രിസ്തു ഒരു വലിയ പ്രമാണം, ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കർത്താവ് ഒരു വലിയ പ്രമാണം പറയുന്നുണ്ട്. എന്താ? 35 വാക്യം, ദാസൻ എന്നേക്കും വീട്ടിൽ കണ്ടോ? വാക്യം കണ്ടോ? ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. ഈ വാക്യം കർത്താവ് ചുമ്മാതെ പറഞ്ഞാണോ? എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ വീട്ടിൽ ഒരു സെർവന്റ് ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്റെ വീട്ടിൽ സ്ഥിരമല്ല. അതായി പറഞ്ഞത്. അതേസമയം എനിക്ക് ജനിച്ച എന്റെ മകനാണെങ്കിൽ, പുത്രനാണെങ്കിൽ, അവൻ ഇവിടുത്തെ അവകാശിയാണ്. അവൻ ഇവിടെ എന്നുണ്ട്. അല്ലേ? ദാസനും പുത്രനും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ദാസൻ എന്നേക്കും ഒരാളിന്റെ വീട്ടിൽ വസിക്കുന്നില്ല. ഇപ്പോൾ ഈ ദാസൻ ഏത് വീട്ടിലാ വസിക്കുന്നതെന്ന് അറിയാമോ?
പാപത്തിന്റെ വീട്ടിലാ വസിക്കുന്നത്. ആ പാപത്തിന്റെ വീട്ടിൽ വസിക്കുന്ന ദാസന് ആ വീട്ടിൽ നിന്ന് എന്തില്ല, മനസ്സിലായില്ലല്ലേ? ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം. പാപത്തിന്റെ വീട്ടിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈ ആകാശത്തിന്റെ കീഴിലെ ഏതു മനുഷ്യനും ഒരു പുത്രൻ എന്ന നിലയിൽ ഒരു വീട്ടിൽ സ്ഥിരമായി താമസിക്കാൻ പറ്റും. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, പാപത്തിന്റെ തടവറയിലെ പാപത്തിന്റെ ദാസ്യത്വത്തിന്റെ വീട്ടിലെ ദാസനാണോ അടിമയാണോ നമ്മൾ, അതോ അവിടെ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ വീട്ടിലെ പുത്രന്മാരും പുത്രിമാരുമായി നമ്മൾ മാറിയിട്ടുണ്ടോ? ഇതാ സുവിശേഷം. ഇതാ സുവിശേഷം. ഈ ഭാഗമൊക്കെ ഓരോരുത്തരും വായിച്ചു പോയിട്ടുണ്ട്. മിക്കവാറും ക്രിസ്ത്യാനികളൊക്കെ വായിച്ചിട്ടുള്ള ഭാഗമാണ്. എന്നാൽ ഇതിന്റെ അന്തസത്ത എത്രയോ വലുതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ സത്യങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകാൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 3 വിഷയങ്ങൾ ഇന്ന് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വന്നത് സ്മൃതിപഥത്തിലിരിക്കട്ടെ. നമ്മൾക്ക് ആത്മപരിശോധനയ്ക്ക് അത് മുഖാന്തരമാകട്ടെ. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.